എന്നെ ഒരു മനുഷ്യനായിട്ട് ജീവിപ്പിക്കണേ അല്ലാഹ്, എന്നെ ഒരു മനുഷ്യനാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഒരു മനുഷ്യനായിട്ട് ജീവിപ്പിച്ച് മനുഷ്യനായിട്ട് മരിപ്പിക്കണേ. പുറകിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് സംശയം, നമ്മുടെ ഉസ്താദ് അങ്ങനെ ജുമയ്ക്ക് ദുആ ചെയ്താൽ എപ്പോ പള്ളി അടിയുണ്ടാന്ന് ചോദിച്ചാൽ ഇങ്ങനെ പിന്നെ മനുഷ്യനല്ല മൃഗോ, അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും മനുഷ്യരാക്കണേ. ഫ്രണ്ടിരിക്കുന്നത് പറയും ആമീൻ പറഞ്ഞൂടെ അളിയാ, ഇത് എന്തുകൂടി പറയണത്? മനുഷ്യൻ അത് സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളാരും മനുഷ്യനല്ലേ. ജൈനദീൻ മൗദൂദ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് മനുഷ്യനെ കാണണമെങ്കിൽ ഞാനൊരു ദിക്റ് പറഞ്ഞു തരാം. ആ ദിക്റ് 41 ദിവസം ചൊല്ലി. 41 പരിശുദ്ധ ജുമാ ദിവസമാണ്. ആ ജുമയ്ക്ക് നീ പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് ഈ ദിക്റ് ചൊല്ലിയിട്ട് കണ്ണടച്ചിരുന്നിട്ടാ കണ്ണൊന്ന് തുറക്കുമ്പോ ആ പള്ളിക്കകത്തിരിക്കുന്ന മനുഷ്യരെ നിനക്ക് കാണാം. യഥാർത്ഥ മനുഷ്യരെ നിനക്ക് അപ്പോഴാണ് കാണാൻ കഴിയുക എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മഹദൂദങ്ങൾ അടുത്തിരുന്ന പ്രിയപ്പെട്ട ശിഷ്യൻ പോവുകയാ. ആ പ്രിയപ്പെട്ട ശിഷ്യൻ മടങ്ങിപ്പോയി. 41 ദിവസം വരെ ഉസ്താദ് പറഞ്ഞുകൊടുത്ത മനോഹരമായ ദിക്ർ ചൊല്ലുകയാ. 41ാമത്തെ ദിവസമാ പരിശുദ്ധമായ പള്ളിയിലേക്ക് ജുമാനിസ്കാരത്തിന് കടന്നു വരികയാ. ജുമാനിസ്കാരത്തിന് വന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഉസ്താദ് പറഞ്ഞുകൊടുത്ത ദിക്ർ ചൊല്ലിയിട്ട് കണ്ണു തുറക്കുമ്പോ ദിക്ർ ചൊല്ലുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് നിറച്ച് ജനങ്ങളായിരുന്നു. ആ ദിക്ർ ചൊല്ലിയിട്ട് കണ്ണു തുറക്കുമ്പോ ഉണ്ടായിരുന്ന മനുഷ്യരെ കാണുന്നില്ല. കുറച്ചുപേര് നായയുടെ കോലത്തിലാ, കുറച്ചുപേര് പന്നിയുടെ കോലത്തിലാ, കുറച്ചുപേര് കോഴിയുടെ കോലത്തിലാ, കുറച്ചുപേര് പരുന്തിന്റെ കോലത്തിലാ, കുറച്ചുപേര് കാട്ടാമൃഗത്തിന്റെ കോലത്തിലാ, കുറച്ചുപേര് കാട്ടാനയുടെ കോലത്തിലാ. അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെ ജീവജാലങ്ങളുടെ രൂപങ്ങളായി മനുഷ്യരെന്ന് മാറപ്പെടുമ്പോ അവരിൽ 3-4 പേര് മാത്രം, വളരെ കുറഞ്ഞവർ, അവർ മാത്രം അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയിട്ട് ജുമാ ദിവസം പടച്ച റബ്ബിന്റെ പള്ളിയിൽ കൂടിയിരിക്കുകയാ. ജൈനദീൻ മഖ്ദൂം ഞങ്ങൾ ജുമാ കഴിഞ്ഞപ്പോ ചോദിച്ചു, മനുഷ്യരെ കണ്ടോ? ആകെ 5 മനുഷ്യരാണ് ആ പള്ളിയിൽ ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ കോഴി, നായയും പുലിയും പൂച്ചയും. എന്താ ആ രൂപം വന്നത്? അവരുടെ മനസ്സിലുള്ള ഏറ്റവും വൃത്തികെട്ട സ്വഭാവം. ഓരോ ജീവികൾക്കാണല്ലോ ഓരോ സ്വഭാവം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 4 ജീവികളെ അറുത്തു എന്ന് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാം. തസൗഫിന്റെ പണ്ഡിതന്മാര് പറയുന്നു, ആ 4 ജീവികൾക്കും പ്രത്യേകമായ 4 ദുർഗുണങ്ങളുണ്ട്. ആ ദുർഗുണം മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് കളയുമ്പോഴാണ് അവൻ യഥാർത്ഥ മനുഷ്യനാവുക. ഒന്നാമത് അദ്ദേഹം അറുത്ത ജീവി ഏതാണെന്നറിയോ? കോഴിയാ. കോഴിയുടെ സ്വഭാവം എന്താ? വെള്ളം ഒഴിച്ച് കോഴിയാരും അതിന് വെള്ളം താഴെ. കോഴിയുടെ സ്വഭാവം എന്താണെന്നറിയോ? വികാരമാണ്. കോഴി എന്ന് പറയുന്നത് ഒരു വികാര ജീവിയാണ്. അതിന് വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ആരും കല്യാണം നടത്തി കൊടുക്കുകയൊന്നും വേണ്ട. അപ്പുറത്തെ പെടക്കോഴി അണ്ണാച്ചി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോഴി നമ്മുടെ നാട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കോഴിയായിട്ട് കമ്പനിയാ, കണ്ടുടങ്ങിയ കമ്പനിയാ. അതിന് പിന്നെ ഒരുത്തൻ ചോദിക്കലും നിക്കാഹ മഹറത്ര 4 മുട്ട മഹർ കൊടുക്കാനൊന്നും അവന് സമയമില്ല. കാവക്കോഴി എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും റെഡിയായിട്ട് നല്ല തൊപ്പിയൊക്കെ ഇട്ട് ഉഷാറായിട്ട് നിൽക്കുകയാണ് ചങ്കൂറ്റത്തോടു കൂടി. അപ്പൊ ഇതിന് വികാരമാണ് ആ ജീവിയുടെ സ്വഭാവം. ആ സ്വഭാവം ചില മനുഷ്യരെ കീഴടക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ അറുത്ത് കളയണം. അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വേഷവിധാനങ്ങൾക്കുള്ളിൽ അടച്ചു നിർത്താൻ കഴിയാത്ത വികാരം കൊണ്ട് നടക്കുന്നവൻ മനുഷ്യനല്ല, മൃഗമാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, 2.5 വയസ്സുള്ള കുഞ്ഞിന് വടക്കാഞ്ചേരിയിലെ കുട്ടിക്കാടിനിടയിൽ ക്രൂരമായി മാനഭംഗപ്പെടുത്തി വലിച്ചെറിഞ്ഞ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പത്രത്തിലൂടെ വായിച്ചു പോയ ദിനങ്ങൾ ഇവൻ മനുഷ്യനാണോ മൃഗമാണോ എന്ന് ചോദിച്ചു പോയത് അതുകൊണ്ടാണ്. ഇവൻ മൃഗമാണോ എന്ന് ചോദിച്ചു പോയത് അതുകൊണ്ട്, അത് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയല്ലാത്തത് കൊണ്ടാണ്. അപ്പോ വികാരം എന്ന് പറയുന്നതിനെ ഒതുക്കി നിർത്താൻ, നമ്മുടെ ഭാര്യയിൽ ഒതുക്കി നിർത്താൻ. ഭാര്യ നമ്മുടെ വികാരങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലാഹു തന്നിരിക്കുന്നത്. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിക്കണം, ഭാര്യമാര് കാരണം കണ്ടുകൊണ്ട് തുടങ്ങിയ ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാര് നിമിത്തമായി വ്യഭിചാരം തുടങ്ങിയ ഭർത്താക്കന്മാരുണ്ട്. 2 മാസത്തെ ലീവിന്റെ നാട്ടിൽ വരുമ്പോ അതിൽ 45 ദിവസവും ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്ന പെണ്ണ്.
ആ ഭർത്താവ് പിന്നെ സൗന്ദര്യമുള്ള പെൺകുട്ടികളെ തേടി പോയില്ലെങ്കിലല്ലോ അത്ഭുതമുള്ളൂ. നിനക്ക് സീരിയൽ കണ്ടാ മതിയല്ലോ, നിനക്ക് കറങ്ങി നടന്നാ മതിയല്ലോ, നിനക്ക് നിന്റെ സൗന്ദര്യം ശോഭിച്ചാ മതിയല്ലോ, നിന്റെ പ്രിയതമനോടുള്ള ശാരീരികമായ ബന്ധത്തിന്റെ കടപ്പാട് മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്നോടുള്ള സ്നേഹം നിന്റെ ഭർത്താവിന് കുറയുമ്പോ, നിന്റെ ഭർത്താവിന്റെ മൊബൈലിന്റെ അകത്ത് പെൺകുട്ടികളുടെ മിസ് കോൾ വരികയാ, നിന്റെ ഭർത്താവിനെ വിളിക്കുമ്പോ പലപ്പോഴും ബിസി കാണിക്കുകയാ. എന്തുകൊണ്ടെന്നറിയോ? അത് ഭർത്താവിന്റെ നിറകേടെന്ന് മാത്രം പറഞ്ഞ് കളയല്ലോ. വീട്ടിന്റെ അകത്ത് കഴിഞ്ഞുകൂടുന്ന ഭാര്യയായ നിന്റെ ഉത്തരവാദിത്വം നീ പരിപൂർണമായി നിന്റെ ഭർത്താവിനോട് പാലിക്കാത്തത് കൊണ്ട് അതിന്റെ ഭയാനകരമായ ആദാബാണ് ഭർത്താവിനോട് എന്റെ പ്രിയപ്പെട്ടവങ്ങളെ നീ അറിയുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ എന്റെ കുടുംബത്തെയും കൊണ്ടൊരിക്കൽ വാതിൽ പോയി. സാധാരണ ചില ദിവസം പോവാറുണ്ട്, കുഞ്ഞു മക്കളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പോവാറില്ല. അപ്പൊ അന്ന് വാത് പറഞ്ഞപ്പോ 40 വയസ്സുള്ള ഒരു സഹോദരി തന്റെ വാപ്പയുടെ അനുജനുമായി ഒളിച്ചോടിയ സംഭവം പത്രത്തിൽ വന്നതെടുത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ട് സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. അങ്ങനെ പോരുത് ഇങ്ങനെ പോരുത്. വീട്ടിൽ ചെന്നപ്പോ ഭാര്യ പറയാം, കൊച്ചാപ്പ ഓടാൻ നിന്നതുകൊണ്ടല്ലേ താത്ത ഓടിയത്, അല്ലെങ്കിൽ താത്ത ഒറ്റയ്ക്കല്ലേ കാണും, കൊച്ചാപ്പ കാര്യം പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? ആണുങ്ങളെ കൂടെ പറയണം. അത് ശരിയല്ലേ? നമ്മളെല്ലാവരും പെണ്ണുങ്ങളെ മാത്രമല്ലേ പറയുള്ളൂ. നമ്മള് 30 വയസ്സായാലും 40 വയസ്സായാലും കയറാത്ത ജീൻസൊക്കെ എടുത്തിട്ട് അമിക്കോംപ്ലാൻ പോയി എന്നും പറഞ്ഞ് വല്ലാത്ത രീതിയിൽ മുടിയൊക്കെ ബെസ്റ്റാക്ടറിന്റെ മോഡൽ സഫ്നിക്കണ പോലെ ഇങ്ങനെ കുറെ മുടിയും കയറ്റി വെച്ച് തേങ്ങ വന്നു വീണ സ്വന്തമായിട്ട് പൊതിഞ്ഞു പോകും. ആ രീതിയിലാണ് നമ്മുടെ തല. ഇപ്പോഴത്തെ പുതിയ മോഡലാ. അല്ലാഹു അക്ബർ. അതും കൊണ്ടൊക്കെ നടക്കുന്ന പ്രായമേറിയവരുണ്ട്. കൊച്ചുകുട്ടികളാണെങ്കിൽ പോട്ടെ, വിവരമില്ല, അല്ലെങ്കിൽ രക്തത്തിന്റെ തിളപ്പാന്നൊക്കെ പറയാം. പ്രായം ചെന്നവരൊക്കെ ഇല്ലേ കറുത്ത വെളുത്തിറക്ക നരപ്പിച്ച് അങ്ങോട്ട് വെച്ച് കിടിലനായിട്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോ എല്ലാവരിലും ഈ ആണിലും പെണ്ണിലും ഒക്കെ പൈശാചികത നിറഞ്ഞു വരാൻ ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട. മൃഗമായി മനുഷ്യന്മാരുന്ന എത്ര രംഗമാണ് നമ്മൾ കണ്ടുപോയത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, മനസ്സിരിച്ച് നമ്മൾ ചിന്തിക്കുക. മഹ്ദൂദങ്ങൾ പറഞ്ഞതുപോലെ മനുഷ്യനായി നമ്മൾ ജീവിക്കണം. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത് പിടിച്ച ജീവി കോഴിയാണെങ്കിൽ വികാരം എന്ന് പറയുന്നതിന്റെ മൂർധന്യതയിൽ എത്തിരിക്കുമ്പോ ഹറാമ് കടന്നു വരാറ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചിന്തിക്കണേ. ഒരിക്കലും ഹറാമിലേക്ക് ശ്രദ്ധ തിരിയാത്ത രീതിയിൽ ജീവിക്കണം. ഒരുപാട് പേര് വളരെ നിസ്സാരമായി കാണുന്ന ധാരാളം പേരുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിന്റെ ചികിത്സ ചെലവിന് വേണ്ടിയിട്ട് ശരീരം വിറ്റ ഭാര്യമാര് വരെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വനിതാ പോലീസ് പിടിച്ചപ്പോ ഞാനൊരു വേശ്യയല്ല, എന്റെ ഭർത്താവിന്റെ രോഗം മാറ്റാൻ ചികിത്സയ്ക്ക് കാശില്ലാത്തത് കൊണ്ട്, ബന്ധുക്കളും കുടുംബക്കാരും തന്നത് തീർന്നുപോയത് കൊണ്ട്, ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് എന്റെ ശരീരം ഞാൻ അന്യപുരുഷന്മാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് പൊട്ടിക്കരഞ്ഞു. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ വികാരത്തെ അടക്കി നിർത്താൻ, ഒതുക്കി നിർത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സ് വെച്ചെല്ലാരെങ്കിൽ അപകടമാണ്. നമ്മൾ ഓരോരുത്തരും അത് നിയന്ത്രിച്ചിരിക്കണം, ഇല്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും അങ്ങനെ തന്നെയായിരിക്കണം. അത് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഇന്നെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു നൂറുകണക്കാര ആൽബങ്ങളാണ് വിപണിയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ മാപ്പിളപ്പാട്ടെന്ന പേരില് തുണിയില്ലാത്ത പാട്ടുകള് വീട്ടിന്റെ അടുത്ത് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോ അത് മൊഞ്ചുള്ള പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പോലും ഇരുന്ന് കാണുമ്പോ ഉടനെ ജുമയിലെത്തും, ഉടനെ നഫീസത്തും എന്നൊക്കെ പറഞ്ഞ് 18ഉം 19ഉം വയസ്സായ പെൺകുട്ടികൾ മുട്ടുവരെയുള്ള പാവാറിട്ടുകൊണ്ട് 2 കമ്പ് കയ്യിൽ വെച്ചുകൊണ്ട് കോലുകൾ നടക്കുമ്പോ അതിലൂടെ മാപ്പിളപ്പാട്ട് പാടി സ്റ്റിപ്പ് വെക്കുമ്പോ പാടിയും തസ്ബീഹും കയ്യിൽ വെച്ചുകൊണ്ട് നിസ്കാരപ്പായിരുന്നുകൊണ്ട് ആണും പെണ്ണും അത് കണ്ടാസ്വദിക്കുമ്പോ അത് സ്വർഗത്തിന്റെ പാട്ടാണെന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ, അല്ലാഹു ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിൽപ്പെട്ടതായത് മാറിക്കൊണ്ടിരിക്കുകയാ. പിശാചിന്റെ ഏത് തരത്തിൽ നിങ്ങളെ നശിപ്പിക്കാൻ പറ്റോ ആ തരത്തിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ. രണ്ടാമത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി
അലൈഹിസ്സലാം അറുക്കാൻ പിടിച്ച പക്ഷിയുടെ പേര് കാക്ക എന്നാണ്. കാക്കയുടെ സ്വഭാവം എന്തെന്നറിയോ? കാക്കയ്ക്കുള്ള ഒരു ദുസ്വഭാവമാണ്, അത്യാഗ്രഹമാണ്. എത്ര കിട്ടിയാലും തികയത്തില്ല. വീട്ടിന്റെ അകത്തൊരു 100 ചുരിദാർ വെച്ചിരുന്നാലും ഭാര്യയും കൊണ്ട് യാത്ര പോകുമ്പോ നല്ല അടിപൊളി ചുരിദാർ കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നാൽ ഭാര്യ പറയും, ഇക്ക ഒന്ന് ചവിട്ടണേ, ഞാൻ ആ ചുരിദാർ ഒന്ന് വാങ്ങിട്ട്. ഭർത്താവ് പറയും, ഇനി 150 എണ്ണം വീട്ടിൽ വെച്ചിരിക്കണത് ആരെ കുഴിച്ചാക്കാൻ അവിടെ ഇരിക്കല്ലേ, നിനക്കതുപോലെ ഇല്ല, ഞാൻ തൊട്ടിട്ട് വരാം, വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, പോയി തൊട്ടിട്ട് വരാമെന്ന് പറയാം. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. കടകളിൽ ചെന്നാൽ താത്തമാർ ആരും ചോദിക്കുന്നത്, മേരിക്കൊണ്ടൊരു കുഞ്ഞാടുണ്ടോ? ഇപ്പൊ കടക്കാരൻ പറയില്ല, വാപ്പാക്കൊരു മുട്ടനാടുണ്ട്. അപ്പോ ഇതാണ് ആദ്യ ചോദ്യം. ഇതൊക്കെ ധരിക്കോളൂ. ഏത് മോഡൽ മാറിയാലും ആ സെക്കൻഡിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ പോയിട്ടുള്ളൂ. ബാക്കി അപ്പോ അത്യാഗ്രഹം അത്ര കിട്ടിയാലും ഒരു ചാക്ക് അരി എടുത്തിട്ട് 3 കാക്ക മാർക്കിങ്ങനെ ഇട്ട് കൊടുത്തിരുന്ന എവിടെ പോണെന്ന് അറിയാൻ പറ്റത്തില്ല. അത് മുഴുവനും തിന്നുകീർന്ന അവസാനം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ മുമ്പ് വന്നിരുന്ന ഒരു ചോറിങ്ങനെ പൊക്കിയിട്ടെടുത്ത് ആ ചാടി പിടിക്കാൻ വേണ്ടി ആർത്തി കാണിക്കുക. ഇത് അത്യാഗ്രഹമാണ്. എത്ര കിട്ടിയാലും മതി വരൂല. അത് വല്ലാത്ത അത്യാർത്ഥിയാണ്, അത്യാഗ്രഹമാണ്. അവന്റെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അപകടമാണ്, ആപത്താണ്, ദുഃഖമാണ്, ദുരന്തമാണ്. കണ്ടില്ലേ, ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ലേ, ചുണക്കുട്ടനാട് സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഴുത്തറുത്ത്, കയ്യറുത്ത്, കാലറുത്ത്, ലിംഗമറുത്ത് 9 കവറിനകത്താകയിട്ട് വീടിന്റെ പിന്നാമ്പുറത്തുള്ള വേസ്റ്റുകുടിയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം വായിച്ച് ഈ സമുദായം ഞെട്ടാത്തതുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പണത്തിനോട് ആദ്യമൊക്കെ കൊണ്ട് പലിശയ്ക്ക് കൊടുക്കുന്ന ഭ്രാന്തന്മാര് ഈ ലോകത്ത് ഭ്രാന്തന്മാരായി അകപ്പലിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പലിശ ഹറാമാണെന്ന് പറഞ്ഞെങ്കിൽ എന്തൊക്കെ നീ ദുനിയാവിൽ നേടിയാലും മോനെ നിന്റെ അന്ത്യം ഇങ്ങനെ തന്നെയാ. കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയ സലീം എന്ന സഹോദരൻ ആ കാശ് പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. എന്റെ കൂട്ടുകാരൊക്കെ ശരിക്ക് കാശ് ആ സലീമിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. അവസാനം സഹോദരങ്ങളെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് വന്നപ്പോ ആ പൈസ ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ആരുമില്ലാത്ത സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. ആ വീടിന്റെ ഹാളിൽ പോയിട്ട് മദ്യം ഒഴിച്ചു കൊടുത്തു. ആ മദ്യത്തിലേക്ക് മയക്കുമരുന്ന് കലക്കി കൊടുത്തു. എന്നിട്ടൊരു കൂട്ടുകാരൻ കുടിച്ച് മയങ്ങി വീണപ്പോ ഒരു കോടി അറുക്കുന്ന ലാഘവത്തോട് കൂട്ടുകാരനെ പണത്തിനോടുള്ള ആർത്തി കൊണ്ട് പണം കൊടുക്കണമല്ലോ എന്ന ചിന്ത കൊണ്ട് അവന്റെ കഴുത്തെടുത്തെടുത്തു, അവന്റെ കൈകാലെടുത്തെടുത്തു, 9 കവറിനകത്താക്കിയിട്ട് എന്റെ പ്രിയമുള്ളവരെ മനുഷ്യനത് ചെയ്യാൻ കഴിയുന്നല്ലോ. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, സാനിയാപുരത്തെ ലോകത്തിന്റെ കായിക താരങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായി പരിണമിക്കുമ്പോ സച്ചിൻ ടെണ്ടുൽക്കർ ലോകത്തിന്റെ കയ്യടി വാങ്ങുമ്പോ മനുഷ്യനെന്ന പദവിയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ഒരുപാട് അത്യാർത്ഥിയും അഹങ്കാരവും നടിക്കുമ്പോ ആകാശ ലോകത്തേക്ക് കടന്നുപോലെ സുനിതാ വില്യംസ് ആകാശങ്ങൾക്കപ്പുറത്തേക്ക് പറന്നു പോകാനുള്ള പവർ ഇന്ത്യ രാജ്യത്തിന്റെ തൊലിക്കുറപ്പ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രലോകത്തിന് കഴിയുമെന്ന് പറഞ്ഞപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞതെന്തെന്ന് എന്റെ സഹോദരങ്ങൾക്കറിയോ? മനുഷ്യ നിനക്ക് ആകാശത്ത് പറവകളെ പോലെ പറക്കാൻ കഴിയുന്നുണ്ട്, ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ല. ശരിയല്ലേ? ആകാശത്ത് പറവകളെ പോലെ പറക്കാൻ കഴിയുന്ന മനുഷ്യന് ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയുന്നില്ല. എത്ര അർത്ഥവത്തായ വാക്ക്. ഒരു ജീവിയും സ്വന്തം കൂടപ്പിറപ്പുകളെ തിന്നാറില്ല. നായയുടെ കുഞ്ഞിനെ തിന്നാറില്ല. പൂച്ചയുടെ കുഞ്ഞിനെ തിന്നാറില്ല. മനുഷ്യ കുഞ്ഞിനെ തിന്നുന്ന ലോകമാണ്. മുമ്പ് വെച്ചു കൊടുത്താൽ, തൊട്ട് നക്കാനത്തിൽ അച്ചാറോടെ വെച്ചു കൊടുത്താൽ പെറ്റ മക്കളെ അറുത്തു പൊരിച്ചു തിന്നുന്ന കാടത്തം മരവിച്ച അമ്മമാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. അത്യാർത്തി ലോകത്ത് ഒരുപാട് അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്നിനു പുറകെ മറ്റൊന്ന് വേണമെന്നുള്ള ആർത്തി മനുഷ്യനെ ഒരുപാട് നശീകരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ സ്വഭാവം നമ്മൾ വലിച്ചറുത്ത് കളഞ്ഞില്ലാതെ മാനുഷിക നന്മ നമ്മുടെ നെഞ്ചകത്തിലേക്ക് വരികയില്ല. മൂന്നാമത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത് പിടിച്ചത് മയിലിനെ, നാലാമത് പിടിച്ചത് പരുന്തിനെ. ഇത് രണ്ടിനും ഏകദേശം ഒരു സ്വഭാവമാണ്. ഒന്നിന് അഹന്ത, ഒന്നിന് അഹങ്കാരം. പരുന്തിന് അഹങ്കാരമാണെങ്കിൽ മയിലിന്
അഹന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള തോന്നല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ ഏറ്റവും വലിയവൻ എന്ന ചിന്ത. ഇതാണ് രണ്ട് സ്വഭാവത്തിന്റെയും പ്രത്യേകത. ഇതും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിയേ പറ്റൂ. നമ്മൾ ആരും വലിയ മിടുക്കി ദുനിയാവിൽ കാണിക്കണ്ട, ആഖിറത്തിൽ മിടുക്കരായി വരാം. അതിന് വേണ്ടിയിട്ട് സലീമായ ഹൃദയത്തിനല്ലാതെ, അള്ളാഹു ഇഷ്ടപ്പെട്ട പളുങ്ക് പോലെയുള്ള ഹൃദയത്തിനല്ലാതെ അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷയില്ല എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുമ്മ അഹീനി ഇൻസാനാ വമിത്നി ഇൻസാനാ, എന്നെ ഒരു മനുഷ്യനായിട്ട് ജീവിപ്പിക്കണേ അല്ലാഹ്, എന്നെ ഒരു മനുഷ്യനായി മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്, മഹാന്മാര് ദുആ ചെയ്തിട്ടുണ്ട്, ആരിഫീങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. സയ്യിദി മഖ്ദൂം തങ്ങളെ പോലെ ദീനിന്റെ കരുത്തരാറ് നേതൃത്വങ്ങൾ നിറകുടങ്ങള് ഈ സമുദായത്തിന്റെ നടുമധ്യത്തിൽ നിന്നുകൊണ്ടെങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും മനുഷ്യനാകാൻ സാധിക്കണം. അയൽവാസിയുടെ നമ്പരമറിയുന്ന മനുഷ്യനാകാ, അനാഥ മക്കളുടെ കണ്ണീരൊപ്പുന്ന മനുഷ്യരാകാ, പാവപ്പെട്ടവരുടെ പട്ടിണി എറിയുന്ന മനുഷ്യരാകാ, കൂടപ്പുറപ്പിന്റെ വേദന എറിയുന്ന മനുഷ്യരാകാ, രോഗിയുടെ വിഷമമറിയുന്ന മനുഷ്യരാകാ, അയൽവാസി അനുഭവിക്കുന്ന വിഷമത്തെ മാറ്റിക്കൊടുക്ക, അവന്റെ കൂടെ തോളോട് തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശ്രമിക്കുന്ന മനുഷ്യരാകാ. എന്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സുണ്ടാകണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ാര് ഒന്ന് രണ്ട് വരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട്. അടുത്ത വീട്ടിൽ തീ പിടിച്ചാൽ അണയിപ്പവൻ മനിതനോ, അന്ത നേരം ഓടി വന്ന് അണയിപ്പവൻ മനിതനോ, അവനോ മനിതൻ ഇവനോ മനിതൻ എന്ന് പറഞ്ഞാൽ അണയ്ക്കാൻ വരുന്നവനാണോ മനുഷ്യൻ, അതല്ല ആ സമയത്ത് വീടിയും കൊണ്ട് കത്തിക്കാൻ ചെല്ലുന്നവനാണോ മനുഷ്യൻ. നരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ പള്ളിയുടെ നടയിലിരുന്ന് വീടി വലിക്കുമായിരുന്നു അത്രേ. റമളാൻ മാസത്തിൽ ഉച്ച സമയത്ത് വലിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി, നരകം ഉറപ്പാ. അപ്പൊ അയാൾ പറയാം, ഒരു കണക്കിന് അതാ ഉസ്താദെ റാഹത്ത്. അതെന്താ അങ്ങനെ പറഞ്ഞു? ഒരു ദിവസം വീടി വലിക്കണമെങ്കിൽ 50 രൂപയുടെ തീപ്പെട്ടി വേണം, നരകമാകുമ്പോ തീപ്പെട്ടി വേണ്ട, വീടി കാണിച്ചു കൊടുത്താൽ മതി, കത്തിക്കോളും. എത്ര ലാഘവമാണ്. അപ്പൊ പുര കത്തുമ്പോ കത്തിക്കാൻ വേണ്ടി വീടി കൊണ്ട് ചെല്ലുന്നവനാണോ മനുഷ്യൻ, അതല്ല അതിനെ അണയ്ക്കാൻ വേണ്ടി ഓടി വരുന്നവനാണോ മനുഷ്യൻ? അത് തമിഴ്നാടിന്റെ പാട്ടാണെങ്കിൽ, മനുഷ്യൻ മണ്ണിൽ പലകോടി അവന്റെ മനസ്സിൽ ശൈത്താന്റെ മുഖം മൂടി. ഇത് കേരളത്തിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ, മണ്ണിൽ മനുഷ്യൻ പല കോടിയാണെങ്കിലും അവന്റെ മനസ്സിൽ ശൈത്താന്റെ മുഖം മൂടിയാണ്. പണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് പറയും. ഇന്ന് ഒരുപാട് ചിരിച്ച് തോളത്ത് കൈയിടുന്നവനാണ് അറുത്ത് കവർണത്താക്കി കുടിച്ചിടുന്നത്. വിശ്വസിക്കാൻ കഴിയാത്ത കാലം, സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത കാലം. അതുകൊണ്ട് മാനുഷിക ഗുണങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ പരിപൂർണമായ ഘടനയിലാണ് ഞാൻ മനുഷ്യരെ പടച്ചിരിക്കുന്നത്. أسفل سافلين ثم رددنا പിന്നെ നാം അവരെ മറക്കുന്നതാ അസ്ഫല സാഫിലീൻ. ഏറ്റവും താഴേക്കിടയിൽ ചെയ്യുന്ന, ഏറ്റവും താഴേക്കിടയിലുള്ള മൃഗങ്ങളെ പോലും ചെയ്യാൻ മടിക്കുന്ന, ക്രൂരത ചെയ്യുന്ന, മത്സ്യത്തരങ്ങൾ ചെയ്യുന്നവരാക്കി അവരെ അകപ്പതിപ്പിക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. പതിനമല്ലേ നമ്മൾ കാണുന്നത്. ഖുർആനിന്റെ മറ്റൊരു ഭാഗം പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഒരു വിഭാഗം ജനങ്ങളുണ്ട്, വലഖദ് റഅയ്നാ ലിജഹന്നം. അവരെ നാം പടച്ചിരിക്കുന്നത് നരകത്തിന് വേണ്ടിയാ. അവരുടെ സ്വഭാവം എന്തെന്നറിയോ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ചിന്തിക്കേണ്ടതിനെ അവർ ചിന്തിക്കുകയില്ല. നമ്മുടെ ഹൃദയം എന്തെല്ലാം ചിന്തിക്കുന്ന ചിന്തിച്ചു നോക്കി. നിങ്ങൾ ഇപ്പൊ തന്നെ ആലോചിച്ചു എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിനകത്ത്. ഇന്ന് അവളെ കണ്ടില്ല, 9 മണിക്ക് പോയി, 10 മണിക്ക് പോയി, 11 മണിക്ക് പോയി, അള്ളാഹുവെ ആകവരെ വാത് കേൾക്കാൻ പോയി, ഇറങ്ങിപ്പോയി,
8 മണിക്ക് കറക്റ്റ് കോളേജിൽ പോകുന്ന കുട്ടിയായിരുന്നു, പോയി കാണാൻ പറ്റിയില്ല, ഇറങ്ങിപ്പോയി. അങ്ങനെ ചിന്തിക്കുന്നവർ. നമ്മുടെ കല്യാണം നടക്കുമെന്തോ, എല്ലാ ബക്കറ്റിലും 10 രൂപ ഇട്ടിട്ട് ഞാൻ ദുആ ചെയ്യാണ്, റബ്ബേ പടച്ചവനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ, പള്ളിക്കാരെ വിലക്കാതെ, ഒളിച്ചോട്ടവും നടത്താതെ, ആപ്പാടെ അമ്മയുടെ മനസ്സൊക്കെ മാറി റാഹത്തായി കല്യാണം നടത്തി തരണേ അല്ലോ. അങ്ങനെ ചിന്തിക്കും. ആമീൻ പറഞ്ഞവരെ ചിലപ്പോൾ പിന്നീട് പ്രായം ചെന്നവർ ആമീൻ പറയാൻ നോക്കിയാൽ മതി. അപ്പോ അങ്ങനെ ആ നിയത്ത് ചെയ്യുന്നവരുണ്ട്. കാരണം ചിന്തകൾ ഒരുപാടാണല്ലോ, ഒരുപാട് ചിന്തകളുണ്ട് മനുഷ്യൻ. പെൺകുട്ടികളൊക്കെ ചിന്തിക്കുന്നവർ ആലോചിച്ച് നോക്കി. +2 പഠിക്കുന്ന പുസ്തകമൊക്കെ എടുത്ത് നിവർത്തി വെച്ച് അതിൻ്റെ അകത്തിരിക്കുന്ന പൊടിമീശക്കാരന്റെ ഫോട്ടോയൊക്കെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മ വാപ്പ വിളിക്കും, മോളെ. ഉമ്മ പറയും, വിളിക്കല്ലേ മോള് പഠിക്ക, എക്സാം എടുത്തിരിക്കുന്നു. എക്സാം എടുത്തിരിക്കാൻ അകത്തിരിക്കണത് ഉമ്മച്ചി കാണാനില്ല. നാക്ക് കുങ്കുമപ്പൂ കാണാനുണ്ട്, അകത്തിരിക്കണം നോക്കാൻ നേരമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികൾ ചിന്തിക്കുന്നത് എന്താ? പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് എന്നോട് സങ്കടം തോന്നണ്ട. എല്ലാ പെൺകുട്ടികളും മാതാപിതാക്കളെ മയക്കാൻ വേണ്ടി ഒരു ഡയലോഗ് പറയും. എന്താണെന്നറിയോ? എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഇത് പറയുന്ന പെണ്ണിനെ സൂക്ഷിക്കാൻ 10 പേരെ സെക്യൂരിറ്റി ആയിട്ട് നിശ്ചയിച്ചില്ലെങ്കിൽ നിക്കാഹ് നടത്താനുള്ള ഭാഗ്യം പെണ്ണിന്റെ വാപ്പ കിട്ടുമെന്ന് തോന്നുന്നില്ല. വെറുതെ പറഞ്ഞതല്ല, കണ്ട് അനുഭവിച്ചത് കൊണ്ട് പറയാം. ഈ കൊല്ലം കായംകുളം കരുനാഗപ്പള്ളി ഭാഗത്ത് നടന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ നിക്കാഹ്. ആ പെൺകുട്ടി ഫോണിലൂടെ പറഞ്ഞതെന്തെന്നറിയോ? കൂട്ടുകാരിയോട്, ഞാൻ ഇഷ്ടപ്പെട്ടവനുമായിട്ടുള്ള കല്യാണം എന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും മാതാപിതാക്കൾ പറയുന്ന വരനെ തന്നെ കെട്ടി ജീവിക്കാൻ പോകണം. പക്ഷേ ഞാൻ ആദ്യം പ്രസവിക്കുന്ന കുഞ്ഞ് വിനോദിന്റെ കുഞ്ഞായിരിക്കും. ആരെ കുഞ്ഞ? നമ്മൾ ഓർത്തു നോക്കി. സങ്കടം കൊണ്ട് പറയുക, വിഷമം കൊണ്ട് പറയുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ സമുദായത്തിന്റെ പെൺകുട്ടികൾ. അവിടെ ഇവിടെ മുട്ടസൂചി കുത്തുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തല നല്ലോലെ മറയ്ക്കുന്നു, മുഖം നല്ലോലെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനസ്സ് മലിനമായാൽ പിന്നെ എത്ര വലിയ പറകയിട്ടിട്ടും രക്ഷയില്ല സഹോദരിമാരെ. അതുകൊണ്ട് നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി, വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അല്ലാഹു തന്ന ആയുസ് വെച്ച്, ആരോഗ്യം വെച്ച് പടച്ച റബ്ബിന് വഴങ്ങുന്ന ജീവിതം നയിക്കണേ. അതുകൊണ്ട് ചിന്തിക്കാൻ അല്ലാഹു എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, അത് ചിന്തിച്ചുകൂടെ, അത് ചിന്തിച്ചുകൂടെ. പാതിരാ സമയത്ത് മുട്ടായ നബി തങ്ങളുടെ കൂടെ കിടക്കുന്ന ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ കണ്ണു തുറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനില്ല. എവിടെ ഹബീബ്? എവിടെ അല്ലാഹുവിന്റെ റസൂൽ? എവിടെ? ഇറങ്ങി വന്ന് നോക്കുമ്പോ പൊന്നാറ് നബിതങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞിടുകയാ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് പൊന്നാറ് നബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഗോളശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഭൂമിശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, വാനശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം കൂട്ടുകാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് ആയിഷ. ആ നക്ഷത്രത്തിൽ ദൃഷ്ടാന്തമുണ്ട് ആയിഷ. ആ ചന്ദ്രക്കരയിൽ ദൃഷ്ടാന്തമുണ്ട് ആയിഷ. രാപ്പകലുകൾ മാറി വരുന്നതിൽ ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് ആയിഷ എന്ന് ലോകത്തെ പഠിപ്പിച്ചത് മദീനയുടെ മണവാളനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മക്കളെ അതെല്ലാം നമ്മൾ പഠിപ്പിക്കണം കേട്ടോ. എന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കട്ടെ. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാൻ മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, 7 തട്ടുകളാക്കി ഞാൻ അടുക്കി വെച്ചിരിക്കുന്ന ആകാശമുണ്ടല്ലോ, ആകാശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവര്, കായംകുളത്തിന്റെ കാഞ്ഞിപ്പുഴയുടെ കരുനാഗപ്പള്ളിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് കണ്ണുകളെ പറഞ്ഞു വിടുമ്പോ കാണുന്ന വെള്ള നിറമുണ്ടല്ലോ, അതെല്ലാം
ആകാശം അതല്ല ആകാശം, ആകാശം അതിനപ്പുറത്താണ്. ഈ കാണുന്നത് മുണ്ടകത്തോടൊന്ന് പണ്ഡിതന്മാർ പറയുന്നു. കാഴ്ചയുടെ അങ്ങേയറ്റം അതാണ്, അതിനപ്പുറത്ത് നമുക്കൊന്നും കാണാൻ കഴിയില്ല. അത് ആകാശമല്ല, ആകാശലോകം അതിനപ്പുറത്താണ്. അപ്പൊ എത്ര അത്ഭുതമായിരിക്കും പ്രിയപ്പെട്ടവര്. അല്ലാഹു ചോദിക്കുന്നു, അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖാ. ഇവിടെ തട്ടുകളാക്കുക പറച്ചു വെച്ചിരിക്കുന്ന ആകാശമുണ്ടല്ലോ. ഖലഖ സബഅ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാൻ മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. ഇന്റർനെറ്റ് മുമ്പിൽ വെച്ച് ജീവിക്കുന്നവര്, കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്ന് നേരം വെളുക്കുന്നവര്, ചാറ്റിംഗ് നടത്തുന്നവര്, ലോകത്തിന്റെ മനപ്പതികളുടെ എണ്ണം പറയാൻ കരുത്ത് നേടിയ യുവത്വര്, ലോകത്തിലുള്ള സസ്യലതാദികളുടെ പച്ചിലകളുടെ എണ്ണം പറയാൻ കഴിവ് നേടിയ പ്രിയപ്പെട്ട യുവത്വര്, ഭൂമിയുടെ നീളവും വീതിയും അളവും പറയാൻ ആഴവും അളന്നിട്ട് പറയോ കമ്പ്യൂട്ടറിലൂടെ കഴിവ് നേടിയ യുവത്വര്, അല്ലാഹുവിനോട് ചോദിക്കുകയാ ബുദ്ധി മനവിച്ചിട്ടില്ലാത്തവര്. ശരിയാവില്ലും ആകാശലോകം കീഴടക്കിയപ്പോ കൈയടിച്ചു പോയ സമുദായമേ, ചന്ദ്രനും ചൊവ്വയും കീഴടക്കിയെന്ന് അഭിമാനം പറയുന്ന എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ സൂറത്തിൽ മുൽക്ക് നിങ്ങളോട് ചോദിക്കുകയാ, ഞാൻ പടച്ചുവെച്ച നിങ്ങളുടെ ഒരാളുടെയും സഹായമില്ലാതെ ഞാൻ പടച്ചുവെച്ച 7 തട്ടുകളാണ് പടച്ചുവെച്ച ആകാശമുണ്ടല്ലോ. അതിന് വല്ല അപാകതയുണ്ടോ എന്ന് പരിശോധിക്കടാ. അല്ലാഹുവാ പറയുന്നത്, നിന്റെ കണ്ടുപിടുത്തം കൊണ്ടുപോയി പരിശോധിക്കടാ. ഭൂമികുലുക്കം വരുന്നതിന് മുമ്പ്, സുനാമി വരുന്നതിന് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് അലാറമിട്ടുകൊണ്ട് അറിയിക്കാൻ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ജപ്പാനിന്റെ യന്ത്രങ്ങൾ എവിടെ? പറന്നുപോയ ഫ്ലൈറ്റുകൾ എവിടെ? നിലത്തൂടെ പോയ ട്രെയിനുകൾ എവിടെ? എല്ലാ കടലുകരയിലേക്ക് പടച്ചറബ് കൊണ്ടുവന്നപ്പോ ഒഴുകിപ്പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്ന 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം നിങ്ങൾ പരിശോധിച്ചോ. 2 പ്രാവശ്യം പരിശോധിച്ചു. തോറ്റ് തുപ്പിയിട്ടുകൊണ്ട് എന്റെ മുമ്പിലേക്ക് നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ വന്നെത്തുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. പടച്ച ആകാശത്തിൽ അപാകതയുണ്ടായിരുന്നെങ്കിൽ നമുക്കിന്നിങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും? ലോജിക്ക്. അതുകൊണ്ട് നല്ലത് നമ്മൾ ചിന്തിക്കും. എത്രയോ ചിന്തിക്കാൻ. മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. ഒന്നെ അറിവത് ഫർലാമേ, ഒന്നാദനെ അറിവത് സുന്നത്താമേ. നിന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കൽ നിർബന്ധം, അള്ളാഹയെ കുറിച്ച് പഠിക്കൽ സുന്നത്ത് എന്ന് മഹാന്മാര് പറഞ്ഞതെന്തെന്നറിയോ? നിന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ, സ്വാഭാവികമായും അവനവന്റെ റബ്ബിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അതാണ് ചിന്തിക്കാനുള്ളത്. അല്ലാതെ എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഈ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളിൽ ആവശ്യമില്ലാത്ത എന്തൊക്കെയാണ് മൊബൈലുകളിലൂടെ പടച്ചുവിടുന്നത് എന്നത്. നെറ്റിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കുറെ വൃത്തിഹീനമായ കുറെ സംഭവങ്ങൾ പല മൊബൈലിനകത്തുമുണ്ട്. ഇസ്ലാമിന്റെ പ്രചരണം എന്നാണ് വെപ്പ്. എന്താണെന്നറിയോ? പണ്ട് കാലത്തൊക്കെ ഒരു കത്തടിച്ചിറക്കുമായിരുന്നു. മക്ക പള്ളിയിൽ നടന്ന സംഭവം, അത്ഭുത സംഭവം. ഈ കത്ത് വായിച്ച് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മക്കയിൽ. അപ്പൊ ജിബ്രീൽ വന്നു, വിളിച്ചുണർത്തി, ഉണ്ടൊക്കെ എടുത്തുടിപ്പിച്ച് മദീനയെ ചാരിയിരുത്തി, മക്കയെ ചാരിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി. ഇത് 51 പേർക്ക് നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കൊടുത്തില്ല എങ്കിൽ അടുത്ത മണിക്കൂറിനകത്ത് നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാം. ഇത് കേൾക്കുമ്പോൾ അവന്റെ കാര്യം ഒതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഓട്ടോ ഓടിക്കുന്നവനാണെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? ആ തുണ്ടം കൊണ്ട് നടന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് എല്ലാവർക്കും ഓരോന്നോരോന്നോരോന്നോരോന്ന് ഇങ്ങനെ കൊടുക്കാം. അതുപോലെ 1000 എണ്ണം അടിക്കുന്നു, 2000 എണ്ണം അടിക്കുന്നു, 3000 എണ്ണം അടിക്കുന്നു. ഇങ്ങനെ അടിച്ചിറക്കി ഇങ്ങനെ കൊടുക്കൽ തന്നെ. ഇന്നിപ്പോ അതിന്റെ കാലം കഴിഞ്ഞു. ഫോട്ടോ സ്റ്റാറ്റിന്റെയും ഫോട്ടോ കോപ്പിയുടെയും കാലം കഴിഞ്ഞു. ഇന്ന് മെസ്സേജിന്റെ കാലമാണ്. മെസ്സേജ് അയച്ചിട്ട് പറയും 50 പേർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും മൊബൈൽ പൊട്ടിത്തെറിച്ചില്ല. അപ്പോഴേ അവൻ ചാർജ് ചെയ്തിട്ട് അയച്ചു കൊടുക്കലാവും എല്ലാവർക്കും. ഇന്നിപ്പോ അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ പുരോഗമനം വന്നപ്പോ പുതിയ ദീനിന്റെ പ്രവർത്തനം ഇറങ്ങി. എന്താണെന്നറിയോ? ഖുർആൻ ഓതാൻ പറഞ്ഞ ഉമ്മാടെ മുഖത്ത് നോക്കി ഖുർആൻ ചവിട്ടിയ മോള്
പാമ്പായി റംല, പാമ്പായി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ കുഞ്ഞുമക്കൾ പെട്ടെന്ന് കാണും. കാരണം ഉമ്മാമാരെ കയ്യിൽ ആദ്യം അത് കിട്ടുക. അവർ കണ്ട ഉടനെ മക്കളെ കണ്ടാ പാമ്പാവും. ഉമ്മ ഖുർആന്റെ വണ്ടയിലാ നിൽക്കണേ. മക്കൾക്ക് മാത്രം അത് പറഞ്ഞു കൊടുത്ത് വരട്ടിയാൻ പറ്റില്ല. ഇതാണോ ദീനിന്റെ പ്രചരണം? ഇങ്ങനെ ഏവനെങ്കിലും എവിടെന്നെങ്കിലും കെട്ടിയേച്ചു വിടുന്നത്. ഇന്നിപ്പോ അള്ളാഹു നമ്മൾ ആലോചിച്ചു നോക്കേ, റബ്ബിനെ കുറിച്ച് എന്തൊക്കെ ജൽപ്പനങ്ങളാണ്. ആപ്പിളിനകത്തല്ല, പേരയ്ക്കകത്തല്ല, കപ്പപ്പഴത്തിനകത്തല്ല, ഏത്തപ്പഴത്തിനകത്തല്ല. ഇത് കാണാൻ ടിക്കറ്റ് കൊടുത്തു നിന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാം. ഏതൊക്കെ തരത്തിലാ. അങ്ങനെ അള്ളാഹു പല സ്ഥലത്തും വരട്ടെ. നമ്മൾ അതിനെന്താ ഓടുന്നില്ല. അങ്ങനെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ആ അള്ളാഹുവിനെ മാത്രമേ അറിയൂ. നമുക്ക് ആ പടച്ചവനെ മാത്രമേ അറിയൂ. ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. ഇന്ന് നമ്മളോട് പഠിപ്പിച്ച റസൂലുള്ളാഹി പറഞ്ഞ അള്ളാഹുവിനെ നമുക്കറിയില്ലല്ലോ. ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ, ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ. അർശുല്ലാഹ്, അത് അല്ലാഹുവിന്റെ സിംഹാസനമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റബ്ബിരിക്കേണ്ടത് ഇവിടെയാണ്, ആപ്പിളിലും കപ്പപ്പഴത്തിലും അല്ല. അത് കാണാൻ വേണ്ടി മെനക്കെട്ട് കൊണ്ട. അങ്ങനെ പലരും പറയും. പ്രിയപ്പെട്ടവരെ, ചില ഗൾഫിൽ നിന്ന് വരുന്നവരാ പ്രശ്നം. ഞാൻ അറബിയുടെ തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് അള്ളാഹു ആകാശത്ത് വന്നിട്ട് അല്ല ഞാൻ കണ്ടോണ്ട് നിൽക്കാം. എന്നിട്ട് മൊബൈലിനകത്ത് ഒപ്പിയെടുത്തുകൊണ്ട് നാട്ടിൽ മൊത്തം കാണിക്കും. ആകാശത്ത് അള്ള വന്ന് സുഖാണോ ചോദിച്ചിട്ട് പോയി. കാഞ്ഞിപ്പോഴും അരിയാലാക്കാരെ മോനെ സുഖാണോ? റബിയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് നെറ്റിലൂടെ ഇങ്ങനെ കാണിക്കുക അള്ള വന്നിട്ട് പോകുന്നത്. എന്ത് ലോകമാണ് ഇതൊക്കെ കണ്ട് ഈമാൻ കൂടുമെന്ന് ചിന്തിച്ചവരെ പണ്ട് റൂഹ് പിടിക്കാൻ അസ്രായേൽ വരണമെന്ന് പറഞ്ഞവരെ കാസറ്റ് ഇറങ്ങി. ഭയങ്കര പേടിയായിരുന്നു. ദാത്തമാരെയൊക്കെ വിരട്ടി മച്ചാറിഞ്ഞ് കണ്ടാ മറ്റേ കാസറ്റ് കുറെ നാൾ കഴിഞ്ഞ് പിന്നെ പേടിയില്ലാതായി. കാരണം എന്താ? അസ്രായേൽ സ്ക്രാച്ച് പിടിച്ച് അടുക്കള കിടക്കണം. പാപ്പാരെ ചെരുപ്പ് വെട്ടി വീടുണ്ടാക്കി പിള്ളേർ സ്പീഡി ഇങ്ങനെ സീറ്റ് ഇത് സ്റ്റീറിംഗ് ആയിട്ട് വെച്ച് കൊണ്ട് നടക്കാം. അസ്രായേൽ ഇപ്പൊ അങ്ങനെ. അതുകൊണ്ട് കൃത്രിമമായ ദൈവത്തെ നമ്മൾ ഉദ്ദേശിച്ചാൽ എപ്പോ പൊളിഞ്ഞെന്ന് ചോദിച്ചാൽ അല്ലാഹു റസൂല് പഠിപ്പിച്ചതിനപ്പുറം മോഡൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇറക്കിയ നിലനിൽപ്പുണ്ടാവില്ല. എല്ലാവരും അങ്ങനെ ഒരു ശ്രമമൊക്കെ നടത്തി പലരും രക്ഷയില്ല. പ്രിയമുള്ളവരെ, അപ്പൊ ചിന്തിക്കേണ്ടത് മാത്രം നമ്മൾ ചിന്തിക്കുക. ഏറ്റവും വലിയ ചിന്തകൾ മാറി മറിയുന്നത് ആരുടെ മനസ്സിലെന്നറിയോ? ഗൾഫുകാരായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ മനസ്സിലാ. ഭർത്താവ് വിദേശ രാജ്യത്തല്ലോ, 2 വർഷം കഴിഞ്ഞല്ലേ വരൂ. 2 വർഷമെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 24 മാസം എങ്ങനെയാ ചിലവഴിക്കുന്നത്? അങ്ങനെ രാത്രി അവൾ ഇങ്ങനെ നടന്ന് ചിന്തിക്കുക. അപ്പൊ ഭർത്താവിന്റെ കോള് വരും. ഭർത്താവ് രാത്രി ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോ രസമുള്ള പഞ്ചാര വാക്കല്ല നാട്ടിലുള്ള ഭാര്യയോട് പറയാനുള്ളത്. പിന്നെന്ത് പറയണം? എന്ത് വാക്ക് പറഞ്ഞാലും ഫോൺ വെക്കാൻ നേരത്ത് മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ചൊക്കെ ഭാര്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യാം. അല്ലാതെ ഞാനങ്ങ് പുറന്ന് തോടി 1 വർഷം കൂടെ കഴിയട്ടെ എന്ന് ഞാൻ സ്വർണത്തിന്റെ ബൈക്കിൽ കിട്ടിക്കൊണ്ട് എന്നൊക്കെ പറയുമ്പോ ഭാര്യ ഇങ്ങനെ മനസ്സ് പിടിച്ചു നിർത്തിയിരുന്ന കെട്ടിയിട്ടിരുന്ന മനസ്സിങ്ങനെ ആടാൻ തുടങ്ങും. ചില മടയം ഭർത്താക്കന്മാരെങ്ങനെയാണ്? ഗൾഫിൽ പോയിട്ട് കൂട്ടുകാരോട് പറയും, എടാ എന്റെ വീട്ടിലൊന്ന് പോണേ, കുറച്ച് ഇഡോയും കുറച്ച് പിന്നെ വേറെ കുറെ പൊടിയും മാംഗോ പൊടിയും എല്ലാം കൂടി കൊടുത്തു വിടും. അതിന്റെ കൂട്ടത്തിൽ 10 ഗൾഫിന്റെ കാസറ്റ് കൊടുത്തു വിടും. എന്താ കാസറ്റ് എന്നറിയോ? എന്താ? കത്തുപാട്ടാ കൊടുത്തു വിടുക. അതില് എരഞ്ഞോളി മൂസ പാടുക. എന്താ? എങ്ങനാ? അബുദാബിയിലുള്ളോരേ വന്നു കണ്ടോ കൈകോട്ടി. ഇതങ്ങോട്ട് കേൾക്കുമ്പോ അല്ലോ എന്റെ മച്ചവാ പാടിക്കൊടുത്ത. ഇതിന്റെ കൂടെ നിങ്ങളറബി നാട്ടില് ഞാനും മോനും വീട്ടില് സബൂറാക്ക് 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 മോളെ. ഇതാ കൂട്ടുകാരന് കൊടുത്തേക്ക് ആയിരിക്കുന്ന ഭർത്താവ് നട്ടല്ലെന്ന് പറഞ്ഞ സാധനമുണ്ട്. വേറെ ഒന്നുമില്ല കോത്തയക്കാൻ. ഇതിങ്ങനെ വാരിക്കെട്ടി കൊണ്ട് കൊടുക്കാനാ പറയാ. എവിടെ ഇവിടെ വിക്രം ചൊല്ലി
കുതുബിയത്ത് ഓതി സ്വലാത്തും ചൊല്ലി ഖുർആൻ ഓതി മനസ്സിങ്ങനെ ഒതുക്കി വെക്കുക. വയലൊക്കെ പോയി കേട്ട് കരഞ്ഞാമീൻ പറഞ്ഞു. അതിന്റെ കൂടെ ഞാനും മോളും വീട്ടില് നിങ്ങളറബി നാട്ടില്, ഇതാണ് കൊണ്ട് കൊടുക്കാനുള്ളത്. നമ്മൾ ഓർക്കണം. എന്റെ പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടു കൂടി ഞാൻ പറയാം, ഗൾഫുകാർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതം ഗൾഫിൽ പൊലിഞ്ഞു പോവല്ലേ. എത്രയോ പാവപ്പെട്ട ഗൾഫുകാർ, ഒരൊറ്റ മജ്‌ലിസിലും ഞാൻ ഗൾഫുകാർക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കില്ല. അത്രയ്ക്ക് കഷ്ടപ്പെടുന്നവരാണവർ, അത്രയ്ക്ക് നൊമ്പരപ്പെടുന്നവരാണവർ. അവരെ വേദനിപ്പിക്കരുത്. അവർക്ക് അല്ലാഹു നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാനുള്ള സന്മനസ് അല്ലാഹു കൊടുക്കട്ടെ. അവരെ ഭാര്യ മക്കളോടൊത്തുള്ള സന്തോഷം അല്ലാഹു അവർക്ക് നഷ്ടപ്പെടുത്തുന്നതിന് തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ നല്ലത് ചിന്തിക്കുക. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. ലഹും ഖുലൂബുൻ ലാ യഫഖഹൂന ബിഹാ വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആവാനുൻ ലാ യസ്മഊന ബിഹാ. അല്ലാഹു പറയുന്നു, അവർക്ക് ഞാൻ കണ്ണുകളെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കണ്ണുകൾ കൊണ്ട് കാണാൻ പറഞ്ഞതല്ല അവർ കാണുന്നത് വളരെ മോശമാണ്. അവർ കാണുന്നത് വളരെ മ്ലേച്ഛമാണ്. മൊബൈലിലൂടെ മിഞ്ഞുമറയുന്ന ബ്ലൂ ഫിലിമുകള് കൂട്ടുകാരിൽ നിന്ന് സേവ് ചെയ്ത് ബ്ലൂടൂത്ത് വഴി തന്റെ മൊബൈലിലേക്ക് കടത്തിയിട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, കാണാൻ കഴിയുന്നതെല്ലാം നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഹൂർമീ സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത പെൺകുട്ടികളെ ഫോൺ പരിപാടി നടത്തുമ്പോ മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നില്ലേ? പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വിളിക്കുന്നില്ലേ? തന്റെ ലവറിന് വേണ്ടി പാട്ട് ചോദിക്കുന്നില്ലേ? മുസ്ലിം ഉപ്പ പള്ളി നന്നാക്കാനും നാട് നന്നാക്കാനും വേണ്ടി ഞാനും നിങ്ങളും നടക്കുമ്പോ നമ്മുടെ വീടിന്റെ അകത്ത് പൊന്നുപോലെ ചാനലിലേക്ക് വിളിച്ചിട്ട് പറയുന്നത് എന്തെന്നറിയോ? ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ലവറിന് വേണ്ടി പാട്ട് വേണമത്രേ. എഫ്എമ്മിലൂടെ ചോദിക്കുന്നവര് അതുമാറി മുഴുവനും ഇപ്പൊ ചാനലിലൂടെയാണ് പാട്ട് ചോദിക്കുന്നത്. അങ്ങനെ പാട്ടുകൾ കേൾക്കാനും കാണാനും സമയം ചെലവഴിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സംഗീതം കേൾക്കാതെ ഉറക്കം വരാത്ത ചെറുപ്പക്കാരാ, കൈകോടിക്കുമ്പോ ഇച്ചയ്ക്ക് ചെവിയിൽ വെച്ച് തലകുലിക്ക് പോകുന്ന പൊന്നുപോലെ മോർച്ചറിൽ നിന്ന് എടുക്കുമ്പോ ഇച്ചത്തിന്റെ ഒരു കഷണം ചെവിക്കകത്തിരുന്ന മയ്യത്തുകള് പത്രത്തിലൂടെ ഒരു സമയത്ത് നിങ്ങൾ കണ്ടിരുന്നില്ലേ? എവിടെയാണ് മോനെ നീ ജീവിക്കുന്നത്? അല്ലാഹു എത്രയോ പേർക്ക് കണ്ണു കൊടുത്തിട്ടില്ല. അല്ലാഹു എത്രയോ പേർക്ക് കാത് കൊടുത്തിട്ടില്ല. അല്ലാഹു എത്രയോ പേർക്ക് സംസാരശേഷി കൊടുത്തിട്ടില്ല. എനിക്കും നിങ്ങൾക്കും അല്ലാഹുവോട് തന്നു എങ്കിൽ അത് പടച്ചറപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തണേ. അത് അങ്ങനെ ചെയ്യുന്നവരാരാ? ഖുർആൻ നിർത്തുന്നില്ല, വിശദീകരിക്കുകയാ. അവര് മൃഗതുല്യരാണ്, അവര് മൃഗത്തെ പോലെയാണ്. ബൽഹുമ്മതല്ലേ, അല്ല മൃഗം ചെയ്യുന്നതിനേക്കാൾ ക്രൂരത ചെയ്യുന്നവരാണ് അവരെന്ന് ഖുർആൻ പറയുമ്പോ ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഒരു മൃഗം പോലും ചെയ്യാത്ത ക്രൂരഹത്യങ്ങളല്ലേ ഇന്ന് മുസ്ലിം സമുദായം അടക്കമുള്ള മനുഷ്യവർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരോ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ജനങ്ങളിലേക്ക് അല്ലാഹു പറഞ്ഞു വിട്ട ഏറ്റവും ഉത്തമരായ ഉത്കൃഷ്ടരായ സമുദായമാണ് നമ്മള്. നമ്മൾ കാരണം ഒരാളെ മനസ്സ് വേദനിക്കല്ലോ, നമ്മൾ കാരണം ഒരാൾ നമ്പരപ്പെടല്ലോ, നമ്മൾ ആരുടെയും കല്യാണം മുടക്കല്ലേ. കല്യാണം മുടക്കികളുണ്ടോ ഇവിടെ? കൈവക്കാൻ പറഞ്ഞാൽ അത് അഭിമാനമാണ്. ഉണ്ട് സാർ, കല്യാണം മുടക്കികൾ കുടിയന്മാർക്ക് പെണ്ണ് കിട്ടും, കള്ളുകുടിയന്മാർക്കും പെണ്ണുപിടിയന്മാർക്കും പെണ്ണ് കിട്ടും, പലിശക്കാർക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പെണ്ണ് കിട്ടും, നല്ലവന്മാർക്കും ഇവിടെ പെണ്ണ് കിട്ടില്ല. എങ്ങനെയുണ്ട് ഇബ്രാഹിം കടമൻ? ചായ പിടിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങൾ പറഞ്ഞില്ല, പറയാം. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അവന്റെ ഈ മറ്റേ ഒരു മന്ദറയൊക്കെ മാറിയോ? മന്ദരൻ 10-20 കൊല്ലം ഇവിടെ ആന്ധ്രാപ്രദേശിലെ ഏത് ഹോസ്പിറ്റലിലായിരുന്നു, കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ. മാറിയെങ്കിൽ പയ്യ ഉഷാറാക്കോ. അസുഖമൊക്കെ സെറ്റപ്പ്, അസുഖം മാറിയാൽ അവൻ ഉഷാർ. ഇങ്ങനെ പറയാം, ഇങ്ങനെയാണ് പറയാ. നമ്മൾ ഓർത്തു നോക്കി, എല്ലാ അധികാരികൾക്കും പെണ്ണ് കിട്ടും, നല്ലവർക്ക് പെണ്ണ് കിട്ടാത്ത കാലം.
അതുകൊണ്ട് കല്യാണം മുടക്കൽ വലിയ ഭവിഷ്യത്തായി നിൽക്കുക. എന്റെ സഹോദരങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞേ പറ്റൂ. അത് തിരിഞ്ഞു തന്റെ നെഞ്ചിലേക്ക് വന്ന ആ നൊമ്പരങ്ങൾ അത്രമായി തറയ്ക്കുന്ന ദിവസവും കാത്തുകൊണ്ടിരുന്നോ, അല്ലെങ്കിൽ പശ്ചാത്തപിച്ചു. രണ്ടിലേതെങ്കിലും ഒന്ന് ഉടനെ സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ വിഷമിപ്പിച്ച ഒരു ജീവിതം നമുക്ക് ഒരിക്കലും സന്തോഷം തരില്ല. അല്ലാഹുവിന്റെ റസൂൽ അത് ഇഷ്ടപ്പെട്ടിരുന്നു. അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലന്നാർ, നരകം ഹറാമായതാർക്കെന്ന് പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം. സഹാബികൾ അതേ എന്ന് മറുപടി പറഞ്ഞപ്പോ കുല്ലു ഖരീബിൻ ഹയ്യിനിൻ സഹിലിൻ, നല്ല രസത്തോടെ അടുത്ത് മയത്തോടെ ഇടപഴകി സംസാരിക്കുന്ന സാധുവായ മനുഷ്യന് നരകം ഹറാം. ആരെയും വക്രബുദ്ധിയില്ലാതെ നശിപ്പിക്കാനില്ലാതെ കൽബ് നല്ല കൽബുള്ള ആ മനുഷ്യന് നരകം ഹറാമാണ്. ആ ഒരു ഹറാമിയത്ത്, നരകത്തിന്റെ നിഷിദ്ധത നമ്മൾ നേടിയെടുക്കും. അതിന് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ലോകത്തൊരു മനുഷ്യൻ പരിപൂർണമായ മനുഷ്യനായി മാറാൻ ഏറ്റവും നികൃഷ്ടമായ ജീവിയായിട്ട് അവൻ കാണുന്ന നായ ഉണ്ടല്ലോ, നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് പറഞ്ഞ നായ ഉണ്ടല്ലോ. വഴിയിൽ വെച്ചൊരു നായയെ കണ്ടാൽ ആരും അറിയാതെ കല്ലെടുത്തു പോകും, അത്രയ്ക്ക് വൃത്തികെട്ട ജീവിയാണ് നായ. ആ നായയിൽ നിന്നൊരു മനുഷ്യന് പഠിക്കാൻ പരിപൂർണമായ 10 കാര്യങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാ. സൂഫി മണ്ഡലത്തിന്റെ രാജകുമാരനായി സന്തോഷത്തോടെ ജീവിച്ച, അല്ലാഹുവിനെ ഭയന്ന് വിറച്ചുകൊണ്ട് ലോകത്ത് പൊട്ടിക്കിടന്ന, ഒരുപാട് ഗുണപാഠ മുഅ്മിനീങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് മൺമറന്നു പോരാ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉപദേശമുണ്ടല്ലോ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവര് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിന് വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു ദിവസമായിട്ട് മാറാൻ ഈ ഉപദേശങ്ങളെ ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കണം. നായ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും വെറുക്കുന്ന ജീവിയാണെങ്കിലും ഇന്ന് എല്ലാ വീടുകളിലും അതിനെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ. എല്ലാ വീടുകളിലും നായയെ സ്നേഹിച്ചു തുടങ്ങി. അമേരിക്കയിൽ നായയുടെ കുഞ്ഞിനെ പെണ്ണ് പ്രസവിച്ചു തുടങ്ങിയിരിക്കുന്നു. നായയെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് യാത്ര പോകുന്ന, കോടിക്കണക്കിന് രൂപയുടെ വാഹനത്തിൽ തന്റെ വളർത്തു നായെ അടുത്തിരുത്തിയിട്ട് തലോടിക്കൊണ്ടു പോകുന്ന ഭർത്താവിന് ടാറ്റ ഭാര്യയും നായയും കൂടി ഒരുമിച്ച് പറയുന്ന ഒരു കാലം. മക്കളെ കുളിപ്പിക്കാൻ നേരമില്ലാത്ത ഉമ്മ രാവിലെ നായയുടെ പുറത്ത് വെള്ളം കോരി ഒഴിച്ച് ഓലത്തുമ്പത്തിയിരുന്നു ഏലാടും എന്റെ നായ്ക്കുട്ടി, അങ്ങനെ പാട്ടുപാടുന്ന കാലമാണ്. ആലോചിച്ച് നോക്കി, നായകളെ ഉമ്മമാരും ഉപ്പമാരും കുളിപ്പിക്കുന്നു. നായക്ക് 10,000 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കുമ്പോ 5 രൂപയുടെ ഗുളികയ്ക്ക് വേണ്ടി പൊട്ടിക്കറിയുന്ന തിരിഞ്ഞു നോക്കാൻ നേരമില്ലാത്ത മക്കൾ ജീവിക്കുന്ന നാടായി കേരളം മാറുമ്പോ, നിങ്ങളെല്ലാവരും നായകളെ വളർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വിഷയം പറയും. മറിച്ച് ഞാനും നിങ്ങളും വെറുക്കുന്ന നായ പോലും നമ്മെ മനുഷ്യനാക്കാൻ 10 ഗുണപാഠം കൂടെ കൊണ്ടു നടക്കുകയാണ്. അതിന്റെ സ്വഭാവ രീതിയിൽ അതുണ്ടത്രേ. അതെങ്ങനെ ആ സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ കഴിയുമെന്ന്, അവർക്ക് അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയുമെന്ന് ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. നായ നമ്മൾ നെയ്സായിട്ട് കാണുന്നുവെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, വകൽബുഹും വാസിഖുൻ ബിറായിഹി ബിൽ വസീദ് വലിത്വലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറാ വലമുലൂത മിൻഹും റുബാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫാണ്. ഈ സൂറത്തുൽ കഹ്ഫിന് പോലും ധാരാളം പ്രത്യേകതയുണ്ട്. അത് ഖുർആൻ രക്ഷയും ശിക്ഷയും എന്ന വിഷയത്തിൽ പറയാനുള്ളതാ. എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കാൻ, ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. സൂറത്തുൽ കഹ്ഫ് ഓതി എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഉസ്താദ് ആകെ നിരാശയിലും പ്രയാസത്തിലുമാണ്. കളഞ്ഞിട്ട് പോടാന്ന് അല്ലാഹുവാണ് എന്നോട് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞതാ. ഉസ്താദെ, കായംകുളത്തിൽ നിന്ന്, ആറാട്ടുപുഴയിൽ നിന്ന്, കരുനാഗപ്പള്ളിയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വാത് കേൾക്കാൻ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മഹലിൽപ്പെട്ട ഒരുപാട് വീടുകൾ ഇപ്പോഴും ഇതറിഞ്ഞിട്ടില്ലാത്ത പോലെ നടക്കാണ്. അതിൽ ചിലരൊക്കെ വലിയ ദീനീ പ്രവർത്തകരാന്ന് പറഞ്ഞപ്പോ സങ്കടം തോന്നിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ആരുടെ ദീനാ നമ്മൾ വളർത്തുക? ആരുടെ ദീനാ നമ്മൾ വളർത്തുക? നമ്മുടെ മഹലിന്റെ മുറ്റത്ത് പള്ളിയുടെ കീഴിൽ ആ പാവപ്പെട്ട സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? എത്ര മയത്തോടെ, എത്ര ഭംഗിയോടെ,
ഈ നാടിന്റെ കെട്ടുറപ്പിന്റെ കാര്യം പറഞ്ഞു. ആർക്കും ഇവിടെ സ്വാർത്ഥതയില്ല, അധികാരമോഹങ്ങളില്ല. എന്നിട്ട് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഓരോരുത്തർക്ക് ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ സംഘടന, എന്റെ ദീൻ, എന്റെ ഭാര്യ തലമറയ്ക്കുക, എന്റെ മക്കൾ സലാം പറഞ്ഞിട്ട് പോവുക, എന്റെ വീട് വളരെ റാഹത്തായിരിക്കുക, പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരോടെങ്കിലും അള്ളാഹയെ കുറിച്ച് 2 വാക്ക് പറയാം, അതോടുകൂടി കബൂല എന്ന ചിലതാണ്. എന്താ കരുതിയത്? ഇതാണ് ദീൻ. വഴിയിൽ കാണുന്നവരോട് അള്ളാഹയെ കുറിച്ച് 2 വാക്ക് പറയുമ്പോൾ നിന്റെ ദീൻ തീരുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം ദീൻ തീരേണ്ടത് ഇസ്ലാമിന്റെ ശത്രുക്കളെ കുറിച്ചാ. അവർ മൈക്ക് കെട്ടി വെച്ച് പറയുന്ന മുഴുവൻ അള്ളാഹയെ കുറിച്ച്. നമ്മൾ എന്തേ മനസ്സിലാക്കാത്തത്? അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ നാട്ടിൽ വേണ്ടേ? മനോഹരമായി പള്ളി, എത്ര ഭംഗിയാ അത് കാണാൻ, എത്ര കഷ്ടപ്പെട്ട് അത് ചെയ്തു വെച്ചിരിക്കുക. അതിന്റെ കീഴിൽ കെട്ടുറപ്പോടുകൂടി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ടങ്ങ് പോകണം, താ കിടക്കണം എന്ന് പറഞ്ഞു. എന്തിനാ നമ്മൾ ഈ കിടന്ന് ത്യാഗം സഹിക്കാൻ പോവാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷപ്പെട്ടു വന്നേ പറ്റൂ. ഞാനും നിങ്ങളും പിടിച്ച കൊമ്പാട് പുളിങ്കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ വളച്ചൊടുക്കല്ലേ. സംഘടനയുടെ നേതൃത്വം പറയുന്നത് മാത്രമാണ് ഹക്ക്, ബാക്കിയത് പ്രസ്ഥാനം പറയുന്നത് കള്ളത്തരമാണെന്ന് പറഞ്ഞ് ചവിട്ടിത്തേക്കുന്നു. ആരെയാണ് പൊന്നുപോലെ നീ ദ്രോഹിക്കുന്നതാരെയാണ്? അബീരിയുടെ മണവാറിനെ സയ്യിദെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പ്രസ്ഥാനം പോലും തന്റെ പുസ്തകത്തിലൂടെ 100-ലധികം പ്രാവശ്യം തന്റെ സ്വന്തം നേതാവിനെ സയ്യിദെന്ന് വിളിക്കുമ്പോ റസൂലുള്ളാഹിയെക്കാളും നല്ല നേതാവ് നമുക്ക് വന്നുപോയോ? അല്ലാഹുവിന്റെ ഹബീബിനെക്കാളും നല്ല പാഠം പഠിപ്പിക്കുന്ന അധ്യാപകരെ നമുക്ക് കിട്ടിപ്പോയോ? വേണ്ടതെന്താ? നല്ല ഭയത്തോടെ, ധർമ്മതത്തോടെ, യഥാസോടെ വന്നിരുന്നില്ലാരെങ്കിൽ എവിടെയെങ്കിലും പോയി 10 വഖത്ത് ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഞാൻ വല്ല ദീനുള്ളവനായിപ്പോ എന്ന് ചിന്തിച്ചുമോ? മോനക്കേട് വരുത്തിയിട്ടല്ലേ ഈ സമുദായത്തിൽ അള്ളാഹുവിന്റെ ദീനെന്ന് പറഞ്ഞ മലയാള പുസ്തകത്തിന് മാത്രം കെട്ടിയൊരുക്കി വെക്കാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലൊരു ബാഹിയാത്ത് സാലിയാത്തിന്റെ ലൈബ്രറിയിലേക്ക് കടന്നു ചെല്ലാൻ നിങ്ങൾക്ക് കഴിയോ? സബീർ റഷാദിന്റെ ലൈബ്രറിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയോ? കാരന്തോട് മർക്കസടക്കമുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, APയുടെയും EKയുടെയും സ്ഥാപനങ്ങള്, കൃഷ്ണയുടെ സ്ഥാപനങ്ങള്, ആ സ്ഥാപനത്തിന്റെ ഉസ്താദുമാരെ പഠിക്കുന്ന കിതാബടക്കി വെച്ചിരിക്കുന്ന ലൈബ്രറിയുടെ അകത്തേക്കൊന്ന് കടന്നു എന്നാൽ ഒരു വരി തെറ്റുകൂടാതെ വായിച്ചർത്ഥം പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയില്ല. പിന്നെ ആരോ കിട്ടിയ മലയാളം പുസ്തകമാണ് ഏറ്റവും വലിയ വേദമെന്ന് പറഞ്ഞ് തലയിൽ ചുമന്ന് ബാക്കിയുള്ള എല്ലാ ദീനിന്റെ പ്രവർത്തനങ്ങളും പുച്ഛിച്ചു തള്ളുന്നവരെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ, പടച്ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ സ്വന്തം പല്ല വീർപ്പിച്ചുകൊണ്ട് ഞാൻ അവരോട് ദീനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്ന നന്മയുടെ വാതായനങ്ങൾ നാട്ടിൽ പൊട്ടിവിളയ്ക്കുമ്പോ അതിനെ തൊട്ടോട് വെച്ച് കത്തിക്കുന്ന ദുർഗുണം ഇസ്ലാമിന്റെ ശത്രുക്കൾക്കുള്ളതാ. അത് ദീനിന്റെ പ്രവർത്തകർക്ക് ചേർന്നതല്ല. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നായ പഠിപ്പിച്ചു തരാ 10 കാര്യം. ഞാൻ പഠിപ്പിക്കല്ല, അത് പഠിപ്പിക്കല്ല. ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പഠിച്ചോ. നമ്മുടെ വീടിന്റെ മുമ്പ് നിൽക്കുന്ന നായ, തെരുവ് നായ നമുക്ക് പറഞ്ഞു തരുന്നു 10 ഗുണപാഠം. അത് പഠിച്ചിട്ടെങ്കിലും നീ മനുഷ്യനാകുന്ന